പകലുമില്ലാതെ പൊട്ടിക്കരച്ചിൽ തന്നെയാണ്, കണ്ണീരൊഴുക്കൽ തന്നെയാണ്. ഈ കണ്ണീരിന്റെ സമുദ്രത്തിലൂടെ നീന്തിക്കടക്കുന്നതിനിടയിൽ ഞാൻ ഭക്ഷണം മറന്നുപോയി, ഭൗതിക ലോകത്തിന്റെ സുഖരസങ്ങൾ മറന്നുപോയി. ആ സുന്ദര സ്വർഗത്തിന് ലക്ഷ്യമാകിയിട്ട് യാത്ര ചെയ്യുമ്പോ എന്റെ ദുനിയാവിന്റെ നഷ്ടങ്ങളൊന്നും എനിക്കൊരു നഷ്ടമല്ലാതെ ആയി പോയെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ 10 രൂപ യതീം കുട്ടിക്ക് കൊടുത്തിട്ട് സ്വർഗം ചോദിക്കുന്ന നെന്മിനിയിലെ പെങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സുന്ദരമായ വിശ്വാസികൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന കാരിമ്പിന്റെ കരുത്തുറ്റ കർമ്മോത്സുകരായ പ്രവർത്തകർക്ക് കൊടുക്കാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സുന്ദര സ്വർഗത്തിന്റെ പരിസരത്ത് പോലും എത്താൻ എന്റെ പെങ്ങളെ നമുക്ക് കഴിയുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്തേക്ക് എത്തുമെന്നുറപ്പില്ലാത്ത ഒരു ജീവിതം നിനക്ക് നഷ്ടമാണ് വരുത്തുക. പടച്ചവന്റെ സ്വർഗം കണ്ടു മരിക്കണം പെങ്ങളെ. ആ സ്വർഗത്തിന്റെ നിറവും മണവും രുചിയും സൗന്ദര്യവും സൗഭാഗ്യതയും കണ്ടിട്ട് പ്രകാശം പരത്തുന്ന മുഖത്തോടുകൂടിയല്ലാതെ നെന്മിനിയുടെ കൂരയ്ക്കകത്ത് മരിച്ചു കിടക്കാൻ പാടില്ല. ആ ഒരു സുന്ദര മരണം ലഭിക്കാൻ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്ന വഴികളിലൂടെയാണ് ഇന്നത്തെ രാത്രിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യം നിങ്ങൾ ചേർത്തു വെച്ചാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അല്ലാഹു സ്വർഗ്ഗത്തെ നിങ്ങളിലേക്ക് ചേർത്തു വെക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ.